കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടം പലപ്പോഴും നയപരമായ വിയോജിപ്പുകളിൽ ഒതുങ്ങാറുണ്ടെങ്കിലും സമീപകാലത്ത് ഇത് വ്യക്തിഹത്യയിലേക്കും സാംസ്കാരിക പ്രവർത്തകരെ ലക്ഷ്യം വെച്ചുള്ള കടന്നാക്രമണങ്ങളിലേക്കും മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിനെ സംഘ ക്യാബിനറ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ MP നടത്തിയ പ്രസ്താവനകൾ ഈ സാഹചര്യത്തിൽ അതീവ ഗൗരവം അർഹിക്കുന്നു. BJP ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന അതേ ഫാസിസ്റ്റ് അജണ്ടയാണ് പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന ഷാഫിയുടെ ആരോപണം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. പിണറായി സർക്കാരിനെ സംഘ ക്യാബിനറ്റ് എന്ന് ഷാഫി പറമ്പിൽ വിശേഷിപ്പിച്ചത് കേവലം ഒരു വൈകാരിക പ്രകടനമല്ല, മറിച്ച് ആഴത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ ഫലമായാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP സർക്കാർ തങ്ങളെ എതിർക്കുന്നവരെയോ വിമർശിക്കുന്നവരെയോ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, അതേ രീതി തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയനും പിന്തുടരുന്നതെന്നും ഷാഫി ആരോപിക്കുന്നു. കേന്ദ്രത്തിൽ മോദി സർക്കാർ സ്വീകരിക്കുന്ന അതേ സ്വേച്ഛാധിപത്യ നിലപാടുകൾ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. BJPയും CPMഉം തമ്മിൽ രാഷ്ട്രീയമായ അന്തർധാരയുണ്ടെന്നും കോൺഗ്രസിന്റെ മതനിരപേക്ഷ നിലപാടുകളെ തകർക്കാൻ ഇരു കൂട്ടരും കൈകോർക്കുന്നുണ്ടെന്നുമാണ് UDFന്റെ പ്രധാന ആക്ഷേപം. ഈ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു പ്രമുഖ ചലച്ചിത്ര താരം രമേശ് പിഷാരടിയാണ്. UDFനെ പിന്തുണയ്ക്കുകയും കോൺഗ്രസ് വേദികളിൽ സജീവമാവുകയും ചെയ്ത പിഷാരടിയെ ലക്ഷ്യം വെച്ച് നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ സർക്കാരിന്റെ അറിവോടെയാണെന്ന് ഷാഫി പറമ്പിൽ ആരോപിക്കുന്നു. ഒരു കലാകാരന് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ ഒരു പ്രത്യേക പക്ഷത്ത് നിൽക്കുന്നു എന്നതിന്റെ പേരിൽ അവരെ വ്യക്തിഹത്യ നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രമേശ് പിഷാരടിക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ കേരളത്തിലെ മറ്റ് സാംസ്കാരിക പ്രവർത്തകർക്കുള്ള താക്കീതാണെന്നും ഷാഫി നിരീക്ഷിക്കുന്നു. സർക്കാരിനെ വിമർശിക്കുന്നവരോ പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരോ ആയ കലാകാരന്മാരെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടുന്നതിലൂടെ സാംസ്കാരിക മേഖലയിൽ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇത് ഫാസിസ്റ്റ് രീതിയാണെന്നും സ്വതന്ത്ര ചിന്താഗതിക്കാരെ നിശബ്ദമാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന സൈബർ ഗുണ്ടായിസത്തെ സർക്കാർ ഒരു ആയുധമായി ഉപയോഗിക്കുന്നുവെന്നാണ് മറ്റൊരു പ്രധാന ആരോപണം. ഭരണകൂടത്തിന്റെ പരാജയങ്ങൾ ജനശ്രുതിയിൽ നിന്നും മറച്ചു പിടിക്കാൻ ഇത്തരം വിവാദങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായി കലാകാരന്മാരെയും സാംസ്കാരിക നായകന്മാരെയും ആക്രമിച്ച് വിദ്വേഷ പ്രചാരണം നടത്തുകയാണ് സർക്കാർ ചെയ്യുന്നത്. സൈബർ ഇടങ്ങളിൽ തങ്ങളെ അനുകൂലിക്കുന്നവരെ ഉപയോഗിച്ച് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന രീതി കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും ഷാഫി പറമ്പിൽ ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ വായടപ്പിക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും ഷാഫി ആരോപിക്കുന്നു. മുൻകാലങ്ങളിൽ സാമൂഹിക വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന സാംസ്കാരിക പ്രവർത്തകർ ഇന്ന് പലരും നിശബ്ദരാണ്. ഈ നിശബ്ദത സർക്കാരിന്റെ ഭീഷണി മൂലമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. തങ്ങൾക്ക് വഴങ്ങാത്തവരെ സംഘി എന്ന് വിളിച്ചും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തിയും ഒതുക്കാൻ ശ്രമിക്കുന്ന ശൈലി ജനാധിപത്യ വിരുദ്ധമാണ്. എന്നാൽ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ UDFോ കലാകാരന്മാരോ മുട്ടുമടക്കില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. BJPയുടെ RSS അജണ്ടയാണ് പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന ഷാഫിയുടെ പ്രസ്താവന വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറന്നു. ദേശീയ തലത്തിൽ BJPയെ എതിർക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും കേരളത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ BJPയുടെ സഹായം CPM തേടുന്നുണ്ടെന്ന ആരോപണം അദ്ദേഹം ആവർത്തിച്ചു. സാംസ്കാരിക മേഖലയിലെ കടന്നാക്രമണങ്ങൾ ആ രഹസ്യ ധാരണയുടെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. സാംസ്കാരിക വേട്ടയാടലുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് UDFന്റെ തീരുമാനം. കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും രാഷ്ട്രീയ നിലപാടുകൾക്ക് പറയാനുള്ള അവകാശവും സംരക്ഷിക്കപ്പെടണം. ഇതിനായി സാംസ്കാരിക പ്രവർത്തകരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വലിയ പോരാട്ടത്തിന് UDF നേതൃത്വം നൽകും. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ജനങ്ങൾ ഈ രാഷ്ട്രീയ പകപോക്കലിന് ബാലറ്റിലൂടെ ശക്തമായി മറുപടി നൽകുമെന്നും ഷാഫി പറമ്പിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഷാഫി പറമ്പിൽ ഉയർത്തിയ സംഘ ക്യാബിനറ്റ് എന്ന വിശേഷണം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പോർമുഖമാണ് തുറന്നിരിക്കുന്നത്. ഭരണകൂടം കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാനോ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്നു. രമേശ് പിഷാരടിയെ പോലുള്ളവർക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ കേവലം വ്യക്തിപരമായ ഒന്നല്ല, മറിച്ച് അത് സ്വതന്ത്രമായ രാഷ്ട്രീയ ചിന്തകൾക്കെതിരെയുള്ള കടന്നാക്രമണമാണ്. ഈ പ്രവണത അനുവദിച്ചു കൊടുക്കില്ലെന്ന UDFന്റെ പ്രഖ്യാപനം കേരളത്തിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നതും ഉറപ്പാണ്.